ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കുകയും പ്രസ്തുത കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ PM ശ്രീ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനം 24-25 അധ്യയന വർഷത്തിന് മുമ്പ് തീരുമാനമെടുക്കുമെന്ന് കാണിച്ച് ഒരു അഷ്വറൻസ് ലെറ്റർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകുകയുണ്ടായി. 2025 ഒക്ടോബറിൽ സംസ്ഥാനം PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് 25-26 വർഷത്തിൽ SSKക്ക് സമഗ്ര ശിക്ഷാ കേരളം തടഞ്ഞുവെച്ച 99.27 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ധാരണാപത്രം ഒപ്പുവെച്ചതിനെ തുടർന്ന് ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ പദ്ധതി റിവ്യൂ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനായി ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുകയും പ്രസ്തുത മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നീട്ടിവെക്കാൻ തീരുമാനിച്ചതായി ടു കീപ് ഇൻ അബയൻസ് അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് 2025 നവംബർ 12 സംസ്ഥാനം കത്ത് നൽകിയിരുന്നു. എന്നാൽ പ്രസ്തുത ക്യാബിനറ്റ് സബ് കമ്മിറ്റി യോഗം ചേരുകയോ റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സർ, PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് 25-26 വർഷത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട SSKക്ക് സമഗ്ര ശിക്ഷ കേരളക്ക് തടഞ്ഞുവെച്ച 99.27 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. PM ശ്രീ ധാരണാപത്രത്തിൽ വ്യവസ്ഥകൾ പ്രകാരം പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം സംസ്ഥാനത്തിനില്ല. പൊതു താൽപ്പര്യാർത്ഥം ഈ കരാർ 30 ദിവസത്തെ നോട്ടീസ് നൽകി റദ്ദാക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള അവകാശം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും സാക്ഷരതയും വകുപ്പ് DOSELന് മാത്രം ആയിരിക്കും. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് ഫണ്ടുകൾ ലഭിക്കാത്തതോ തടഞ്ഞുവെച്ചിരിക്കുന്നതോ ആയ സാഹചര്യം സംജാതമായിട്ടുണ്ടോ എന്നതിൽ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം മുൻ സർക്കാർ ഒപ്പിടുകയും പിന്നീട് നീട്ടിവെക്കുന്നതിനുള്ള കത്ത് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന SSKക്കുള്ള കേന്ദ്രവിഹിതം തടഞ്ഞുവെക്കുന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്രവിഹിത ഇനത്തിൽ 1151.48 കോടി രൂപ 2025-26 വരെ സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ടതുണ്ട്.